ഞാൻ വീണ്ടും വന്നു. ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് 25 ദിവസമായി. നമുക്ക് 300 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം ഉണ്ടാവണം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടണം, വ്യൂവേഴ്സ് കൂടണം. പിന്നെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അടിപൊളി നല്ല കള്ളപ്പവും താറാവ് കറിയും. അപ്പോൾ നമ്മുടെ നാടൻ താറാവ് കറിയും നാടൻ കള്ളപ്പവും. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പാചകപ്പുരയിലേക്ക് പോകാം. നമ്മൾ കള്ളപ്പം ഉണ്ടാക്കുന്നതിനായിട്ട് 1 കിലോ പച്ചരി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചേർക്കാനായിട്ട് 1 മുറി തേങ്ങ, ഒരു 1.5 ടീസ്പൂൺ ജീരകം, 2-3 വെളുത്തുള്ളി, 4-5 ഉള്ളി. നമ്മളിപ്പോൾ മാവ് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ചോറ് കുറച്ച് ഒരു ചെറിയ കയ്യിൽ ചോറ് അരച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ മാവ് അരച്ചത് ഒരു 6 ടീസ്പൂൺ കുറുക്കി ചേർക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ 1 മുറി തേങ്ങ, ജീരകം, വെളുത്തുള്ളി, ഉള്ളി എല്ലാം കൂട്ടി അരച്ചും കൂടി ചേർത്ത് കൊടുത്തു. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ചേർത്തു. 1 ഗ്ലാസ് കള്ളുകൂടി നമ്മളതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തു. ഇപ്പോൾ നമ്മൾ 7 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് വീർത്ത് വന്നു. ഇപ്പോൾ നമ്മൾ ഇനി അത് ഫ്രൈ പാനിൽ ചുട്ടെടുക്കുകയാണ്. ഒരിക്കലും നിങ്ങൾ മാവ് പൊന്തി വന്നു കഴിയുമ്പോൾ കയ്യിൽ കൊണ്ട് ഇളക്കി കൊടുക്കരുത്. മാവിൻ്റെ മുകളിൽ നിന്ന് കയ്യിൽ കൊണ്ട് കോരിയെടുത്ത് നമ്മൾ ചുട്ടെടുക്കണം. മൊത്തം ഇളക്കി കഴിഞ്ഞാൽ മാവിൻ്റെ പൊങ്ങൽ നഷ്ടപ്പെട്ടിട്ട് നമ്മുടെ കള്ളപ്പം ഹാർഡായി പോകും. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു അപ്പമാണ്. വളരെ ടേസ്റ്റാണ്. നമുക്ക് പിടിപിടിയൊന്നും ഉണ്ടാക്കിയെടുക്കാവുന്നേ. ഒരു 7-8 മണിക്കൂർ നമ്മൾ കലക്കി വെച്ച് കഴിഞ്ഞാൽ 7 മണിക്കൂർ കഴിയുമ്പോഴേക്കും മാവ് നന്നായിട്ട് വീർത്ത് വരും. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ മാവ് കലക്കി വയ്ക്കുന്ന പാത്രം ഒരു വലിയ പാത്രമായിരിക്കണം, അല്ലെങ്കിൽ മാവ് വീർത്ത് പുറത്തേക്ക് പോകും. അപ്പോൾ ഏകദേശം നമ്മൾ എല്ലാ കള്ളപ്പം ഏതാണ്ട് ചുട്ട് കഴിഞ്ഞു. നമ്മൾ മൊത്തം ചുടുന്നത് കാണിക്കുന്നില്ല. ഇനി നമുക്ക് താറാവ് കറിയും കൂടി ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കള്ളപ്പം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. നമ്മൾ നല്ല മനോഹരമായിട്ടുള്ള കള്ളപ്പം റെഡിയായി. ഇനി നമുക്ക് താറാവ് കറി ഉണ്ടാക്കാം. നമ്മൾ താറാവ് കറിക്ക് വേണ്ടിയിട്ട് 1 കിലോ താറാവ് ഇറച്ചിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു. ഇനി അതിലേക്ക് ചേർക്കാനായിട്ട് നമ്മൾ ഒരു 6 സവാള നീളത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളവിടെ അതിലേക്ക് അരയ്ക്കാനായിട്ട് ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5-6 വെളുത്തുള്ളി, 6 ചുവന്നുള്ളി, ഒരു സവാള ഇതെല്ലാം കൂടി നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ നിങ്ങൾ ഫസ്റ്റ് ഇട്ടത് നിങ്ങൾക്ക് കാണിക്കുന്നില്ല. നമ്മളതിലേക്ക് ഒരുപാട് മസാലപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. നമ്മളതിലിട്ടിരിക്കുന്നത് ഒരു 3 കരയാമ്പൂ, ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട, ഒരു ഏലക്കായ, കുറച്ച് പെരിഞ്ചീരകം. ഇതാണ് നമ്മൾ ആദ്യം വെളിച്ചെണ്ണയിൽ ഇട്ടത്. അത് നമ്മുടെ വീഡിയോയിൽ കിട്ടിയിട്ടില്ല. അതിനുശേഷം നമ്മൾ വെളുത്തുള്ളി, ഉള്ളി, ഇഞ്ചി എല്ലാം അരച്ചതാണ് രണ്ടാമത് ഇട്ട് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം പോകുന്നവരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഒരു 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ വീഡിയോയിൽ ഫസ്റ്റ് നമുക്ക് കിട്ടിയില്ല. നമ്മളാകെ ചേർക്കുന്ന അത്രയും മാത്രം മസാലപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. ആദ്യം ചേർക്കുന്ന കുറച്ച് മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ. ഒരു ചെറിയ കഷ്ണം ഏലക്കായ, ഒരു 3 കരയാമ്പൂ, ഒരു കറുകപ്പട്ട, ഒരു ഏലക്കായ, അത്രയും മാത്രമാണ് നമ്മൾ ആദ്യം വെളിച്ചെണ്ണയിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ അരച്ചു വെച്ചത് ചേർത്ത് മിക്സ് ചെയ്തു. അപ്പോൾ അതിലേക്കാണ് നമ്മൾ 6 സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുത്തു. ഇനി അത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ സവാള പെട്ടെന്ന് വഴറ്റിയെടുക്കുന്നതിനായിട്ട് നമുക്ക് അതിലേക്ക്
നമുക്ക് ഇതിലേക്ക് ആവശ്യമായി വരുന്ന രീതിയിലുള്ള ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാള പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുക്കും. ഇനി നമുക്ക് ഉപ്പ് ആവശ്യമുണ്ട്. നമ്മൾ താറാവിലൊക്കെ ഉപ്പ് തിരുമ്മി വെച്ചേക്കുന്നതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വെന്തു. ഇനി സവാളയിലേക്ക് നമുക്ക് മല്ലിപ്പൊടി, ഒരു 4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. നമ്മൾ ചുവന്ന മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ, എരിവുള്ള മുളക് പൊടി ഇനി ചേർക്കുന്നില്ല. ഇനി അത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കൂടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഏകദേശം നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട എല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം, ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇതൊക്കെ കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ഏകദേശം 1 ഗ്ലാസ് ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ ഗ്രേവി എല്ലാം നന്നായിട്ട് മിക്സായി. ഇനി ഇതിലേക്ക് നമുക്ക് താറാവിറച്ചി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഇനി ചേർക്കാനായിട്ട് നമ്മൾ ഒരു തേങ്ങയുടെ പാല് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 3/4 ഗ്ലാസ് തലപ്പാലും, ഒരു 2 ഗ്ലാസ് രണ്ടാം പാലും, ഒരു 3 ഗ്ലാസ് മൂന്നാം പാലുമായിട്ടാണ് നമ്മൾ പിഴിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മളൊരു 2 ടീസ്പൂൺ ചൊറുക്ക കൂടി ചേർത്ത് കൊടുക്കുന്നു. 2 ടീസ്പൂൺ ചൊറുക്ക. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന 3-ാം പാൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ തേങ്ങാപ്പാലിൽ തന്നെയാണ് നമ്മുടെ താറാവിറച്ചി വേവുന്നത്. നമ്മൾ കുക്കറിലിട്ടൊന്നും വേവിക്കാത്ത ഫ്രഷ് ആയിട്ടുള്ള ഇറച്ചിയാണ്. അപ്പോൾ തേങ്ങാപ്പാലിൽ തന്നെ കിടന്ന് വേണം. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. താറാവിറച്ചി നന്നായിട്ട് തിളച്ചു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് വീണ്ടും കുറച്ച് നേരം മൂടി വയ്ക്കാം. നമ്മുടെ മസാലയിൽ ഇടുന്ന് ആ താറാവിറച്ചി കണ്ട് വെന്ത് വരുന്നതിൻ്റെ മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളിപ്പോൾ 2-ാം പാല് കൂടി ചേർത്ത് കൊടുത്തു. ഈ 2-ാം പാല് ചേർത്ത് കഴിയുമ്പോൾ തന്നെ ഇറച്ചിയുടെ വേഗമാകുമ്പോഴേക്കും ചാറൊക്കെ നന്നായിട്ട് കുറുകി വരും. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും ചേർക്കാനില്ല. നമ്മൾ ഇനി വേറെ മസാല ഒന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ നന്നായിട്ട് കുറുകി. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ 1-ാം പാല് ചേർത്ത് കൊടുക്കാം. അത് ഏകദേശം ഒരു 3/4 ഗ്ലാസ് പാലേ ഉള്ളൂ. അത് നമുക്ക് നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇപ്പോൾ നമ്മൾ ചാറ് കണ്ടാൽ തന്നെ അറിയാം, ഒഴിച്ചു കൊടുത്ത് തന്നെ കിടക്കുന്നത് കണ്ടാൽ അറിയാം. ചാറൊക്കെ നല്ല കട്ടിയായി. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ താറാവ് കറി ഏകദേശം ഫിനിഷായി. നമ്മുടെ താറാവ് കറി നല്ല പാകത്തിനായി. ഇനി അതിലേക്ക് നമുക്ക് ഒരു 3-4 ഉള്ളിയും 2 വെളുത്തുള്ളിയും ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് താളിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ അതിലിട്ടിരിക്കുന്നത് ഉള്ളിയും വെളുത്തുള്ളിയാണ്. അത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊന്ന് മൊരിഞ്ഞു. അതിലേക്ക് നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് വേപ്പില ചേർത്ത് കൊടുക്കാം.
ഇനി ഒന്ന് മിക്സ് ചെയ്തു. ഇപ്പോൾ പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ താറാവ് കറിയിലേക്ക് അത് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ താറാവ് കറി അങ്ങനെ ഫിനിഷായി. വളരെ ടേസ്റ്റാണ്. അപ്പത്തിൻ്റെ ഒപ്പവും ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാവുന്ന, പൊറോട്ടയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കഴിക്കാവുന്ന നല്ലൊരു കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമ്മുടെ താറാവ് കറിയും കള്ളപ്പവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതാ വളരെ മനോഹരവും ടേസ്റ്റുമുള്ള താറാവ് കറി. നമ്മുടെ കള്ളപ്പവും താറാവ് കറിയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ കള്ളപ്പവും താറാവ് കറിയൊക്കെ ഉണ്ടാക്കി നോക്കുക. നല്ലതാണെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമ്മളിടുന്ന ഓരോ വീഡിയോസും അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.